വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സിന് വരുന്ന വാക്കൻസീസിനെ കുറിച്ചിട്ട് കേട്ടോ. ഫ്രഷേഴ്സിന് വരുന്ന വാക്കൻസീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഫീൽഡ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രഷേഴ്സിൻ്റെ വാക്കൻസീസ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കുറേ പേര് DM ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ്ങിൻ്റെ വാക്കൻസീസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കമ്പനീനെ കുറിച്ച് കുറച്ച് ലിസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ കേട്ടോ. ഈ ഇൻഫോ പാർക്കിൽ വരുന്ന കമ്പനീസിൻ്റെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് നോക്കുക കേട്ടോ. ഇന്ന് ഞാൻ എന്താ പറയുക, മെഡിക്കൽ കോഡിങ്ങിൽ വരുന്ന ഫ്രഷേഴ്സിനുള്ള വാക്കൻസീസും അതുപോലെ തന്നെ നോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് നോൺ സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ CPC സർട്ടിഫൈഡ് അല്ലാത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ 2-3 എണ്ണം എന്താണ് പറയുന്നത് വർക്ക് ഫ്രം ഹോം വരുന്ന വാക്കൻസി ഉണ്ട് കേട്ടോ. വർക്ക് ഫ്രം ഹോമിന് വാക്കൻസിയിൽ പറയുന്നത് ഒരു 2 year എക്സ്പീരിയൻസ് ആണ്. 4 year എക്സ്പീരിയൻസും അതുപോലെ തന്നെ CPC സർട്ടിഫൈഡും ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ചോദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് 45K ആണ് അവരുടെ ഒരു സാലറി പാക്കേജ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ വാക്കൻസീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഈ ചാനലിൽ ഈ വീഡിയോയ്ക്കകത്ത് വാക്കൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ ഞാൻ വാക്കൻസീസ് ഈ ഒരു ഫോണിനകത്ത് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ തപ്പി കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് എന്താ പറയുക, വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാർക്ക് മെഡിക്കൽ കോഡിങ് ട്രെയിനി ആയിട്ടാണെങ്കിൽ ഫാക്കൽറ്റിയാണ് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റത്തെ വാക്കൻസീസ് വരുന്നത് അത് തന്നെയാണ്. എന്താ പറയുക, മെഡിക്കൽ കോഡിങ് ഫാക്കൽറ്റിനെയാണ് കേട്ടോ ചോദിക്കുന്നത്. അതിൽ എന്താ പറയുക, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമാണ് തോന്നുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഒരു വാക്കൻസീസ് വരുന്നത് അക്കാദമിയിലോട്ടാണ്, കൊല്ലത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാലറി വരുന്നത് 15 മുതൽ 18K ആണ് പറയുന്നത്. അതായത് 50 to 80K സാലറിയാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും കൂട്ടിയിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വാക്കൻസി വരുന്നത് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് ഫ്രഷർ ആയിട്ടിരിക്കുന്ന ആൾക്കാരില്ല, അതായത് CPC സർട്ടിഫൈഡ് ഒന്നല്ല, അപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് ഈ ഒരു എന്താ പറയുക വാക്കൻസി യൂസ്ഫുൾ ആവും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വാക്കൻസി വരുന്നത് കൊച്ചിയിലാണ്. ഫ്രഷർ ആയിട്ടുള്ളൊരു മെഡിക്കൽ കോഡറിന് ആവശ്യം വരുന്നത് 14,000 മുതൽ 25,000 ആണ് ഒരു സാലറി പറയുന്നത് കേട്ടോ. 40K to 25K ആണ് ഒരു സാലറി പറയുന്നത്. ഇതൊക്കെ നല്ലൊരു സാലറി ഉണ്ട്. ഫ്രഷർ എന്ന് പറയുമ്പോൾ ഈ ഒരു സാലറി ഒക്കെ എത്രയോ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു മെഡിക്കൽ കോഡറിന് ആവശ്യമുണ്ട്. കോട്ടയത്താണ് ഈ ഒരു എന്താ പറയുന്ന വാക്കൻസി വന്നിട്ടുള്ളത്. 20,000 രൂപയാണ് ഇവരുടെ ഒരു പാക്കേജ്, സാലറി പാക്കേജ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മെഡിക്കൽ കോഡർ ENM സർജറി കോഡിംഗ് ആണ് ആവശ്യം. അതായത് ഈ ENM എന്താ പറയുക, കോഡിങ് ചെയ്യുന്ന ആൾക്കാരുടെയാണ് ആവശ്യം അവർക്കുള്ളത്. ZH ഹെൽത്ത് കെയറിലാണ്. അതൊക്കെ അത്യാവശ്യം നല്ല ഒരു കമ്പനിയാണ് കേട്ടോ. കൊച്ചിയിലാണ്, അറിയാലോ അതൊക്കെ. അപ്പോൾ സാലറി 45K ആണ് വരുന്നത്. വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. വർക്ക് ഫ്രം ഹോം ആണ്, നിങ്ങൾ മറക്കണ്ട. മാക്സിമം, അതായത് ഈ ഒരു ലിങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്താ പറയുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക ഈ ഒരു കമ്പനിയുടെ പേര്. ഇപ്പം ഏതൊരു കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു കമ്പനിയുടെ പേരെന്താണോ, ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ ഈ സംഭവം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്താണ്, അപ്പോൾ ആ ഒരു കമ്പനിയുടെ പേരിലോട്ട് പോവും, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലോട്ട് പോവും. അപ്പോൾ അതിലൊരു കരിയർ പേജ് ഉണ്ടാവും, HR പേജ് ഉണ്ടായിരിക്കും, അതിൽ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കും, HR മെയിൽ ID ഉണ്ടായിരിക്കും, ഒരു CV കവർ ലെറ്ററും CV ഒക്കെ അറ്റാച്ച് ചെയ്ത് അയക്കുക. എന്നിട്ട് എന്താ പറയുക, അവർക്കൊരു മെയിൽ അയച്ചിടുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, HR കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുക. ഒരു വാക്കൻസി കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചിട്ട് ഇപ്പോൾ കറൻ്റ് അവിടെ വാക്കൻസി ഉണ്ടോ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പറയണത് എന്താ പറയുക, ക്ലിനിക്കൽ കോഡിങ് അല്ല, അതിന് മുന്നേ മെഡിക്കൽ കോഡിങ് തന്നെയാണ്. ഇൻപേഷ്യൻ്റ് കോഡിങ് ആണ് കേട്ടോ. IP കോഡിങ്ങിലേക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ IP കോഡിങ്ങിന് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ആക്സസിലാണ് വരുന്നത് കേട്ടോ. ആക്സസ് ഹെൽത്ത് കെയർ സർവീസിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കമ്പനി തന്നെയാണ്, നല്ല പോപ്പുലാരിറ്റിയുള്ള കമ്പനിയാണ് കേട്ടോ. അതിലോട്ട് വരുന്നുണ്ട് വാക്കൻസി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ക്ലിനിക്കൽ കോഡേഴ്സിന് ആവശ്യമുണ്ട്.
ട്രിവാൻഡ്രത്താണ്. പിന്നെന്താ പറയുക, ഒരുപാട് വാക്കൻസീസ് നമുക്ക് കേരളത്തിന് പുറത്തും വരുന്നുണ്ട് കേട്ടോ. കേരളത്തിനകത്ത് വരുന്നതിനെക്കാട്ടിയും കൂടുതൽ വാക്കൻസീസ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഹൈദരാബാദ്, അതുപോലെ ബാംഗ്ലൂര്, ചെന്നൈ, അതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വാക്കൻസീസ്. ഓൾമോസ്റ്റ് ഫ്രഷറായിട്ടുള്ള CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ഒരു 32K എബവ് ആണ് അവരൊക്കെ സാലറി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അങ്ങനെ കേരളത്തിന് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യായിരിക്കും ഇതിനെക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ. കാരണം നല്ല പാക്കേജ് അവിടെ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ബൾക്കായിട്ടുള്ള ഫ്രഷേഴ്സിനെ കൊടുക്കും. ഈ ഒമേഗ ഒക്കെ പോലുള്ള ആൾക്കാരില്ലേ, കമ്പനീസിൽ, അവരൊക്കെ എന്താ പറയുക ബൾക്കായിട്ടാണ് എംപ്ലോയീസിന് എടുക്കുക. അതുപോലെ തന്നെ CPC സർട്ടിഫൈഡ് ആണെങ്കിൽ എടുക്കും. അതുപോലെ തന്നെ ഫ്രഷർ ആണെങ്കിൽ CPC സർട്ടിഫൈഡ് ഉള്ള ഫ്രഷറിനെ എടുക്കും. പിന്നെ അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ എടുക്കും കേട്ടോ. അവർ ഫ്രഷർ ആണെങ്കിൽ അവരെടുക്കും. നല്ലതാണ്, ഒമേഗയിലൊക്കെ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. ബാംഗ്ലൂർ ബേസ്ഡ്, ചെന്നൈ ബേസ്ഡ് ഒക്കെ ഉണ്ട്, ഹൈദരാബാദൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, ബാംഗ്ലൂർ എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇങ്ങനത്തെ വീഡിയോസ് മാത്രമല്ല, നിങ്ങൾ പേഴ്സണലി നിങ്ങൾ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക പൈസ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ചില ഇന്ത്യയിൽ ചില ജോബിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേ ഫേക്ക് ഏതിലുണ്ടാവും. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എന്താ രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ അടയ്ക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോള് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളൊക്കെ നിങ്ങൾക്ക് വരും. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എമൗണ്ട് കൊടുക്കണോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആരും എമൗണ്ട് കൊടുക്കണ്ട, അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പൈസ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ പോയിട്ട് ആരും അങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ജോബിന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വല്ല കോഴ്സും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്തൊക്കെ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്തെങ്കിലും ചെയ്തോ. എൻ്റെ ഒരു എന്താ പറയുക വീഡിയോ കണ്ടിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് നല്ലൊരു രീതിയായിട്ട് തോന്നുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വാക്കൻസീസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പറയുന്ന എല്ലാ വാക്കൻസീസ് നമ്മുടെ ഇന്ത്യയിനകത്താണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, CV അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയിൽ പോയിട്ട് ഞാൻ പറയുന്ന വാക്കൻസീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോഡ് വരുള്ളൂ. നിങ്ങൾക്ക് ഇന്ത്യയിൽ മേ ബി പ്രൊഫൈൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ CVയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു അപ്ലിക്കൻ്റ് മാത്രമായിട്ട് കെടുക്കും, ഒരു ഡാറ്റയും നിങ്ങളുടെ ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ CV ഒന്നും കൂടി ചെക്ക് ചെയ്യുക. CVയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക. അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങളൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ എന്താ പറയുക മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാ റെസ്യൂംസും 80s ഫ്രണ്ട്ലി ആണ്. അപ്പോൾ സിസ്റ്റാണ് അത് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ സോർട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ആ ഒരു CV 80s ഫ്രണ്ട്ലി അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജോബ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയുക മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരുപാട് വാക്കൻസീസ് ഉണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് വന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.